ലോകം വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ സമാധാനത്തിന് പകരം ആയുധങ്ങൾ കൊണ്ട് മറുപടി പറയാനാണ് അമേരിക്കൻ ഭരണകൂടം ശ്രമിക്കുന്നത്. പശ്ചിമേഷ്യയിൽ പുകയുന്ന ഈ സംഘർഷത്തിന് പിന്നിൽ കേവലം രാഷ്ട്രീയ താൽപര്യങ്ങൾ മാത്രമല്ല, മറിച്ച് വമ്പൻ ആയുധ നിർമ്മാണ കമ്പനികളുടെയും കോർപ്പറേറ്റ് ശക്തികളുടെയും അദൃശ്യമായ ഇടപെടലുകൾ ഉണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സർക്കാർ ഇറാനെതിരെ നടത്തുന്ന ഈ സൈനിക നീക്കങ്ങൾ ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. യുദ്ധക്കളത്തിൽ സൈനികർ ജീവനു വേണ്ടി പോരാടുമ്പോൾ അധികാരത്തിന്റെ ശീതീകരിച്ച മുറികളിലിരുന്ന് ചിലർ ഓഹരി വിപണിയിലെ ലാഭം കൊയ്യാൻ പദ്ധതിയിടുകയായിരുന്നുവെന്നത് ജനാധിപത്യത്തിന് തന്നെ നാണക്കേടാണ്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ഇൻസൈഡർ ട്രേഡിംഗ് ആരോപണങ്ങൾ ഈ സംശയത്തെ ബലപ്പെടുത്തുന്നു. യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുൻപ് ആയുധ നിർമ്മാണ കമ്പനികളിൽ നിക്ഷേപം നടത്താൻ ശ്രമിച്ചു എന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ ഈ യുദ്ധം ആർക്കു വേണ്ടിയാണെന്ന ചോദ്യം പ്രസക്തമാകുന്നു. ലോക്ഹീഡ് മാർട്ടിൻ, നോർത്രോപ്പ് ഗ്രൂമൻ തുടങ്ങിയ പ്രതിരോധ വമ്പന്മാരുടെ ലാഭം വർദ്ധിപ്പിക്കാനാണോ സാധാരണക്കാരുടെ ജീവൻ പണയപ്പെടുത്തുന്നത് എന്ന് ലോകം ചോദിക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടം എടുത്തുചാടി നടത്തുന്ന ഈ സൈനിക വിന്യാസങ്ങൾ മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 82ാമത് എയർബോൺ ഡിവിഷനിലെ ആയിരക്കണക്കിന് പാരാട്രൂപ്പർമാരെയും മറൈൻ സൈന്യത്തെയും ഇറാൻ അതിർത്തികളിൽ വിന്യസിക്കുമ്പോൾ അതൊരു പരിഹാരമല്ല, മറിച്ച് പ്രകോപനമാണ് സൃഷ്ടിക്കുന്നത്. ചർച്ചകളിലൂടെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ പോലും സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് ട്രംപ് ശ്രമിക്കുന്നത്. നമുക്ക് ഈ പ്രശ്നം അവസാനിപ്പിക്കാം എന്ന് ട്രംപ് പറയുമ്പോൾ അത് സമാധാനത്തിന് വേണ്ടിയുള്ള ആഹ്വാനമല്ല, മറിച്ച് ഒരു രാജ്യത്തെ ആകെ തകർക്കാനുള്ള ഭീഷണിയാണെന്ന് ഇറാൻ തിരിച്ചറിയുന്നു. ഈ ഏകപക്ഷീയമായ നിലപാടുകൾ കാരണം അമേരിക്കയുടെ വിശ്വസ്തത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കേവലം ആയുധ ലോബികളുടെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരു ജനതയെ ആകെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നത് അങ്ങേയറ്റം ക്രൂരമാണ്. അമേരിക്കയുടെ ഈ യുദ്ധക്കൊതി ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും സാരമായി ബാധിക്കും. ഇന്ധനവില വർധനവും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും കാരണം ലോകമെമ്പാടുമുള്ള സാധാരണക്കാർ ഇതിന്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരും. അതേസമയം അമേരിക്കൻ ടെക് ഭീമന്മാരായ മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഗൂഗിൾ തുടങ്ങിയ കമ്പനികളെ പോലും യുദ്ധത്തിന്റെ ഭാഗമാക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നു എന്ന ആരോപണം ഗൗരവകരമാണ്. സാങ്കേതിക വിദ്യയെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും സൈനിക ആവശ്യങ്ങൾക്കും ആസൂത്രിത കൊലപാതകങ്ങൾക്കും വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയാണ്. ഇറാൻ ഇതിനെതിരെ നൽകുന്ന മുന്നറിയിപ്പുകൾ വെറും വാക്കുകളല്ല, ആഗോള ഇന്റർനെറ്റ് വിനിമയത്തെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം ട്രംപ് സർക്കാരിന് മാത്രമായിരിക്കും. അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ തന്നെ ഈ യുദ്ധ നീക്കത്തിനെതിരെ ഭിന്നാഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് എന്നത് ട്രംപിന്റെ നയങ്ങൾ എത്രത്തോളം അപകടകരമാണെന്ന് വ്യക്തമാക്കുന്നു. വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ സൈനിക നീക്കത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുമ്പോൾ ട്രംപ് തന്റെ വ്യക്തിപരമായ വാശിയും കോർപ്പറേറ്റ് താൽപര്യങ്ങളും മുൻനിർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ചുരുക്കത്തിൽ ലോകം ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, അല്ലാതെ കോർപ്പറേറ്റ് ലാഭത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങളല്ല. ഇറാനുമായുള്ള സംഘർഷം ഒരു കരയുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അത് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറും. വിയറ്റ്നാമിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്ക കാണിച്ച അതേ തെറ്റുകൾ ട്രംപ് ഭരണകൂടം വീണ്ടും ആവർത്തിക്കുകയാണ്. ആയുധങ്ങൾ വിൽക്കാനും വിപണി പിടിക്കാനും വേണ്ടി നടത്തുന്ന ഈ ചോരക്കളി അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്.